ഹായ് ഓൾ, ഇന്ന് നമ്മുടെ ഡേ 3 ആണ്. ഡേ 3യിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മാനിഫെസ്റ്റേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ്, അതായത് വിഷൻ ബോർഡ്. ഈ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വിഷൻ ബോർഡ് എന്താണെന്നുള്ളത് ഏകദേശം അറിയായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളൊരു സാധനമാണ്. അതിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. നമ്മൾക്ക് പണ്ട് ശ്രീചക്രം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ശ്രീചക്രം എന്ന് പറയുന്നത് പണ്ടല്ല, ഇപ്പോഴും ഹിന്ദു വിശ്വാസപ്രകാരം ഉള്ളൊരു സംഭവമാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീചക്രം ശരിക്കും നമ്മൾ ധനാകർഷണ ചക്രമൊക്കെ ഉണ്ട്, അത് നമ്മൾ വീട്ടിൽ പൈസ വരാൻ വേണ്ടിയിട്ടും ഒക്കെ വെക്കുന്ന ഒന്നാണ്. അതിൽ നോക്കിയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു പണ്ടത്തെ ആൾക്കാർ. എൻ്റെ അപ്പൂപ്പനൊക്കെ ഈ ശ്രീചക്രത്തെ നോക്കിയിരുന്നിട്ട് മഹാലക്ഷ്മി സ്തോത്രമൊക്കെ ചൊല്ലുമായിരുന്നു, ലളിതാ സഹസ്രനാമം ചൊല്ലുമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ശ്രീചക്രം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഏൻഷ്യൻ വിസ്ഡം ഓഫ് വിഷൻ ബോർഡാണ്. വിഷൻ ബോർഡ് ശരിക്കും അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ തന്നെ പറയാം. നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് അത് യാഥാർത്ഥ്യമാകുക എന്നുള്ളതാണല്ലോ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ സംഭവം തന്നെയാണ് ശരിക്കും ഈ ഒരു ശ്രീചക്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു വിഷൻ ബോർഡൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കി ഈ ഒരു 21,000 രൂപ എൻ്റെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം എന്താണ് അബണ്ടൻസ്, ഡെപ്റ്റ് ഫ്രീ, പീസ് തുടങ്ങിയ വളരെ പോസിറ്റീവായിട്ടുള്ള വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ മഹാലക്ഷ്മി അഷ്ടകം കൂടി ഞാൻ ചേർത്തിട്ടാണ് എൻ്റെ വിഷൻ ബോർഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ പൊതുവേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേക്കും ചെയ്യുന്നൊരു കാര്യമാണ് ഈ വിഷൻ ബോർഡ് ക്രിയേഷൻ എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ട് പരിപാടിയാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ മണി സങ്കല്പം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് വിഷൻ ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പുസ്തകം വാങ്ങിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് പുസ്തകം ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ഡേ 3 എന്ന് പറയുന്നത് വിഷൻ ബോർഡായിരുന്നു. വിഷൻ ബോർഡ് പ്ലസ് പ്രാർത്ഥനയാണ്.